ആട്, മാഞ്ചിയം, കോണിബയോ, മണി ചെയിൻ തട്ടിപ്പുകളുടെ ശൃംഖലയിൽ പുതിയൊരു തട്ടിപ്പ് കൂടി. പകുതി വില തട്ടിപ്പ്. 1000 കോടിയുടെ തട്ടിപ്പാണെന്നാണ് ലഭിക്കുന്ന വിവരം. കേരളത്തെ ഞെട്ടിച്ച പകുതി വില തട്ടിപ്പ് 1000 കോടിയുടേത്. പകുതി വിലയ്ക്ക് ഇലക്ട്രിക് സ്കൂട്ടറും ലാപ്ടോപ്പും തയ്യൽ മെഷീനും വാഗ്ദാനം ചെയ്താണ് തൊടുപുഴ സ്വദേശി അനന്തു കൃഷ്ണൻ കോടികളുടെ തട്ടിപ്പ് നടത്തിയത്. പണം വിദേശത്തേക്ക് കടത്തിയെന്നാണ് സൂചന. അനന്തു കൃഷ്ണന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. അന്വേഷണത്തിന് മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചെന്ന് ആലുവ റൂറൽ എസ് പി വൈഭവ് സക്സേന പറഞ്ഞു. ഏകദേശം 10 കേസുകളുണ്ടോ വേറെ വേറെ പോലീസ് സ്റ്റേഷനിൽ മെയിൻ അക്യൂസ് അനന്തു കൃഷ്ണനെ അറസ്റ്റ് ചെയ്തിരുന്നു. പ്രത്യേകിച്ചും ഈ എല്ലാ കേസസ് നോക്കാൻ വേണ്ടി ഡിവൈഎസ്പി മൂവാറ്റുപുഴ PM ബൈജുവിലെ കീഴിൽ ഒരു SIT ഫോം ചെയ്തിരുന്നു. നമ്മുടെ ഈ 10 കേസുകളിൽ ടോട്ടൽ എമൗണ്ട് അറൗണ്ട് 20 to 25 lakhs ആണ്. പക്ഷേ ബാങ്ക് അക്കൗണ്ടിൽ ഏകദേശം 4-5 കോടികൾ രൂപ ഉണ്ടായിരുന്നു. അതെല്ലാം ഫ്രീസ് ആയിരുന്നു. അനന്തുവിനെതിരെ വിവിധ ജില്ലകളിൽ നിന്നും പരാതി പ്രവാഹമാണ്. കണ്ണൂരിൽ മാത്രം 2000-ലധികം പരാതികളാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. റോഷിപാൽ നൽകും വിവരങ്ങൾ. റോഷിപാൽ, തട്ടിപ്പ് വ്യാപകമാണ് എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തിന്റെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്ത് വരെ പരാതികളാണ്. എങ്ങനെയാണ് ഈ തട്ടിപ്പിന്റെ സ്വഭാവം എന്താണ്? സ്മൃതി, CSR ഫണ്ടിന്റെ മറവിലാണ് അനന്തുകൃഷ്ണൻ ഇങ്ങനെയൊരു വലിയ തട്ടിപ്പ് ആസൂത്രണം ചെയ്തത്. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നു, വിശ്വാസ്യത നേടിയെടുക്കാൻ രാഷ്ട്രീയ നേതാക്കൾക്കൊപ്പമുള്ള ചിത്രങ്ങൾ അത് പ്രചരിപ്പിക്കുന്നു. അങ്ങനെ വിശ്വാസ്യത നേടിയെടുത്ത പകുതി വിലക്ക് ഇരുചക്രവാഹനം, ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ എന്നിവ വാഗ്ദാനം ചെയ്യുന്നു. അങ്ങനെ ഓരോ പ്രദേശങ്ങളിലെത്തി അവിടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ സഹായം തേടുന്നു, കുടുംബശ്രീ അംഗങ്ങളുടെ സഹായം തേടുന്നു. അങ്ങനെ പണം സമാഹരിക്കുന്നു. പകുതി തുക അത് നേരത്തെ തന്നെ മുൻകൂറായി സമാഹരിക്കുന്നു. പിന്നീട് സ്കൂട്ടർ അല്ലെങ്കിൽ മറ്റ് ഈ പറഞ്ഞ തയ്യൽ മെഷീനോ അതൊക്കെ വാഗ്ദാനം ചെയ്ത് പിന്നീട് ഈ അനന്തു കൃഷ്ണനെ കാണാൻ കഴിയില്ല. അത് ആവശ്യപ്പെടുമ്പോൾ അത് ഉടൻ ലഭ്യമാകും, എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ പറയും. അങ്ങനെ അത് നീട്ടിക്കൊണ്ടുപോവുകയായിരുന്നു പതിവ്. ഇങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തട്ടിപ്പ് നടത്തി. ചിലയിടങ്ങളിൽ, ഭൂരിഭാഗം ഇടങ്ങളിലും രാഷ്ട്രീയ നേതാക്കളുടെ സഹായം ലഭിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. അതൊക്കെ പക്ഷേ പ്രാദേശിക നേതാക്കളാണ്. എല്ലാവരെയും അനന്തു കഥകൾ നിരത്തി ഇതിൻ്റെ വിശ്വാസ്യത അവരുടെ നേടിയെടുത്തതിന് ശേഷമാണ് അവരെയൊക്കെ കുരുക്കിലാക്കിയത്. ഏതായാലും പരാതികൾ സംസ്ഥാന വ്യാപകമായി വന്നു കഴിഞ്ഞു. പോലീസ് ആസ്ഥാനത്ത് മാത്രം 6 പരാതികളെത്തി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന പോലീസ് മേധാവി ഈ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറാനുള്ള തീരുമാനമെടുത്തത്. കൊച്ചി ആസ്ഥാനമായുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് വിഭാഗമാണ്. SP-യുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുക. സംസ്ഥാനത്ത് ഇതുവരെ 15ഓളം FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിലേറെ പരാതികളുണ്ട്. 100 കണക്കിന് പരാതികളാണ് സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി എത്തിയത്. കണ്ണൂർ, എറണാകുളം, കോട്ടയം, ഇടുക്കി, ആലപ്പുഴ ഇങ്ങനെയുള്ള 5 ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ തട്ടിപ്പിന് ഇരയായതെന്ന് പോലീസ് പറയുന്നുണ്ട്. 1000 കോടിയിലേറെ രൂപയുടെ തട്ടിപ്പാണ് 2 വർഷം കൊണ്ട് അനന്തു കൃഷ്ണൻ നടത്തിയതെന്ന നിഗമനത്തിലാണ് പോലീസ്. അതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം നടത്തി കഴിഞ്ഞാൽ മാത്രമേ തട്ടിപ്പിൻ്റെ മറ്റു വിവരങ്ങൾ ലഭിക്കൂ എന്ന് പോലീസ് പറയുന്നുണ്ട്. അതിനൊപ്പം ഈ തട്ടിച്ചെടുത്ത തുക, ആ പണം എവിടേക്കാണ് അനന്തു കൃഷ്ണൻ കൊണ്ടുപോയത് എന്ന് പ്രധാനമായും അന്വേഷിക്കുന്നത്. അത് വിദേശത്തേക്ക് കടത്തിയെന്ന സംശയം പോലീസിനുണ്ട്. ഏതായാലും അക്കൗണ്ടിലുള്ള പണം അത് അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ കുറഞ്ഞ തുക മാത്രമാണ് അക്കൗണ്ടിലുള്ളത്. ഏതാണ്ട് ഈ ചുരുങ്ങിയ കാലത്തിനിടയിൽ തന്നെ 250-ലേറെ കോടി രൂപ ഈ അനന്തു കൃഷ്ണന്റെ അക്കൗണ്ടിലൂടെ അത് പുറത്തേക്ക് പോയിട്ടുണ്ട് എന്ന പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ പോലീസ് കണ്ടെത്തി കഴിഞ്ഞു. ഏതാണ്ട് തട്ടിപ്പിന് ഇരയായ ഭൂരിഭാഗം പേരും സാധാരണക്കാരാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ പഞ്ചായത്ത് അംഗങ്ങളും കുടുംബശ്രീ അംഗങ്ങളും പോലീസ് ഉദ്യോഗസ്ഥന്മാർ വരെ തട്ടിപ്പിനിരയായിട്ടുണ്ട് എന്ന് പോലീസിൽ നിന്നും വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഏതായാലും ഇനിയും പുതിയ പരാതികൾ വിവിധ പോലീസ് സ്റ്റേഷനുകളിലേക്ക് വരും. കാരണം ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചതോടെ തട്ടിപ്പിന് ഇരയായവർ പരാതിയുമായി പോലീസ് സ്റ്റേഷനെ സമീപിക്കുമെന്ന പ്രതീക്ഷയാണ് പോലീസ് സംഘത്തിനുമുള്ളത്. ഓക്കെ റോഷി, മടങ്ങി വരാം. വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ നമ്മളിപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കും. നിർണായക ചില വിവരങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചിട്ടുണ്ട്. നാഷണൽ NGO പ്രൊജക്ട് കൺസൾട്ടിംഗ് ഏജൻസി
എന്ന പേരിൽ ഒരു ഏജൻസി രൂപീകരിച്ചിട്ടുണ്ട്, ഒരു ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുണ്ട്. ആ ട്രസ്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ റിപ്പോർട്ടർ ടിവിക്ക് ലഭിച്ചു. ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ അനന്തകൃഷ്ണൻ ഈ തട്ടിപ്പ് നടത്തിയത് എങ്ങനെയാണ്, അതിനൊരു മറയുണ്ടാകുമല്ലോ, ആ മറ എന്താണ് എന്നുള്ള വിവരമാണ് നമ്മൾ ഇനി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അനന്തകൃഷ്ണൻ തട്ടിപ്പിനായി രൂപീകരിച്ചത് നാഷണൽ NGO പ്രോജക്ട് കൺസൾട്ടിംഗ് ഏജൻസി എന്ന പേരിലുള്ള ഒരു ട്രസ്റ്റാണ്. ട്രസ്റ്റിലുള്ളത് 5 അംഗങ്ങൾ. ആക്ടിംഗ് ചെയർപേഴ്സൺ ബീന സെബാസ്റ്റ്യൻ. ട്രസ്റ്റ് അംഗങ്ങളായി അനന്തകൃഷ്ണൻ, ഷീബ സുരേഷ്, ആനന്ദ് കുമാർ, ജയകുമാരൻ നായർ എന്നിവർ ട്രസ്റ്റിലുണ്ട്. 400 കോടി രൂപയാണ് 8 മാസം കൊണ്ട് പ്രതിയുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിയത്. തട്ടിപ്പിനായി സംസ്ഥാനത്തൊട്ടാകെ 2500 NGOകൾ രൂപീകരിക്കുകയും ചെയ്തു. അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം. അർജുൻ മട്ടന്നൂർ, ചെറിയ തട്ടിപ്പല്ല, വൻതോതിൽ ഈ തട്ടിപ്പ് നടത്തണം എന്ന് ആസൂത്രണം ചെയ്തുകൊണ്ട് 2500 NGOകൾ എന്ന് പറയുമ്പോൾ ഓരോന്നിന്റെയും മറവിൽ ഇത്ര ആളുകളിലേക്ക് എത്തണം എന്നതടക്കം ഒരു രൂപരേഖയുണ്ടായിരുന്നു എന്ന് വേണ്ടി മനസ്സിലാക്കാൻ. ഈ ട്രസ്റ്റിനെ കുറിച്ചുള്ള നമ്മുടെ അന്വേഷണത്തിൽ വ്യക്തമാകുന്ന കാര്യങ്ങൾ എന്താണ്? സുജയ, അങ്ങനെ തന്നെയാണ്. 27 വയസ്സ് മാത്രം പ്രായമുള്ള അനന്തകൃഷ്ണൻ കൃത്യമായ ആസൂത്രണം നടത്തി തന്നെയാണ് ഈ തട്ടിപ്പ് നടത്തിയത് എന്നാണ് പോലീസ് പറയുന്നത്. ഇതിനായി കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഇയാളൊരു ട്രസ്റ്റ് ഉണ്ടാക്കുന്നത്. ഈ ട്രസ്റ്റിൽ ആകെ അനന്തകൃഷ്ണൻ അടക്കം 5 പേരാണ് ഉള്ളത്. ബീന സെബാസ്റ്റ്യൻ, ഒപ്പം അനന്തകൃഷ്ണൻ, ഷീബ സുരേഷ്, ആനന്ദ് കുമാർ, ജയകുമാരൻ നായർ എന്നിങ്ങനെ 5 പേരാണ് ഈ ട്രസ്റ്റിലുള്ളത്. ഇതിൻ്റെ ആക്ടിംഗ് ചെയർപേഴ്സൺ ബീന സെബാസ്റ്റ്യനാണ്. ഇവർക്കൊക്കെ ഈ തട്ടിപ്പിൽ ബന്ധമുണ്ടോ എന്ന കാര്യം പോലീസ് പരിശോധിച്ച് വരികയാണ്. അതോ ഇവരെ മറയാക്കിയാണോ ഇയാൾ ഈ തട്ടിപ്പ് നടത്തിയതെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും അതിനുശേഷം ഇത്തരത്തിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇത്തരത്തിലുള്ള NGOകൾ ഉണ്ടാക്കുന്നു. ഏതാണ്ട് 2500ഓളം NGOകൾ ഇയാൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ പകുതി വില നൽകിയാൽ ഈ സാധനങ്ങൾ ഇരുചക്രവാഹനങ്ങളടക്കം ലഭിക്കും എന്ന തരത്തിലൊരു പ്രചാരണം നടത്തുന്നു. അതോടൊപ്പം തന്നെ വിവിധ രാഷ്ട്രീയ നേതാക്കളുമായി ബന്ധമുണ്ടാക്കുന്നു. അതിനുശേഷം ആ ഫോട്ടോകളടക്കം സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും പ്രചരിപ്പിക്കുന്നു. ഇത്തരത്തിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ പ്രചരിപ്പിക്കുന്നു. അത്തരത്തിലൊരു വിശ്വാസ്യത ഉണ്ടാക്കുന്നു. പലർക്കും ഇരുചക്രവാഹനങ്ങളും മറ്റും നൽകുന്ന ഫോട്ടോകളും മറ്റും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നു. അത്തരത്തിൽ ഇത് യാഥാർത്ഥ്യമാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നിരവധി ആളുകളെ ഇതിലേക്ക് എത്തിക്കുന്നു. അത്തരത്തിൽ വലിയ തുക സമാഹരിക്കുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇയാൾ ഈ തട്ടിപ്പ് ആരംഭിച്ചു. അതിനുശേഷം ഏതാണ്ട് 8 മാസം കൊണ്ട് പോലീസിന്റെ അന്വേഷണത്തിൽ ഒരു അക്കൗണ്ടിലേക്ക് മാത്രം ഏതാണ്ട് 400 കോടിയിലേറെ രൂപ എത്തിയിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഈ നിലവിൽ പോലീസിന് മരവിപ്പിക്കാൻ കഴിഞ്ഞത് ഏതാണ്ട് 4 കോടി രൂപയിൽ താഴെ മാത്രമുള്ള അക്കൗണ്ട് മാത്രമാണ്. ബാക്കി തുക എങ്ങോട്ടാണ് ഇയാൾ മാറ്റിയത് എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ ആഡംബര ജീവിതം നയിച്ചിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ ഒരു പ്രാഥമികമായ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇയാൾ ഇത്തരത്തിൽ ഭൂമി മറ്റുമായി പലയിടങ്ങളിലും വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇടുക്കി, എറണാകുളം ജില്ലയുടെ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇയാൾ ഭൂമി വ്യാപകമായി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇയാൾ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ ഈ തട്ടിയ തുക വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ടോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വിശദമായ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. ഈ ട്രസ്റ്റ് അംഗങ്ങളായ മറ്റ് 4 പേരുടെ മൊഴി പോലീസ് ഉടൻ തന്നെ രേഖപ്പെടുത്തും. അവർക്ക് ഈ തട്ടിപ്പുമായി ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും പോലീസിന്റെ ഒരു അവ്യക്തതയാണ്. എന്തായാലും ഇക്കാര്യങ്ങളടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. നാളെ അനന്തകൃഷ്ണന്റെ കസ്റ്റഡി അപേക്ഷ മൂവാറ്റുപുഴ കോടതി പരിഗണിക്കുന്നുണ്ട്. നാളെ ഒരുപക്ഷേ അനന്തകൃഷ്ണനെ കസ്റ്റഡിയിൽ ലഭിക്കാനാണ് സാധ്യത. അതിനുശേഷം ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു അർജുൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുജയ, നോക്കൂ, ഇയാൾ ഒരു ക്ലബിന് വേണ്ടിയിട്ട് സാധന സാമഗ്രികൾ വാങ്ങാൻ എന്ന പേരിലാണ് തട്ടിപ്പ് നടത്തി തുടങ്ങുന്നത്. 26 വയസ്സേ ഉള്ളൂ. സർക്കാർ സംവിധാനങ്ങളെ ഉപയോഗിക്കുന്നു, NGO സംവിധാനങ്ങളെ ഉപയോഗിക്കുന്നു, പ്രമുഖ രാഷ്ട്രീയ നേതാക്കളെ ഉപയോഗിക്കുന്നു. അതിനുശേഷം ഈ കുടുംബശ്രീ പ്രവർത്തകരെ പോലും ഉപയോഗിക്കുന്നു. ബ്ലോക്ക് തലത്തിലുള്ള പ്രൊമോട്ടർമാരെ ഉപയോഗിച്ചാണ് ഈ തട്ടിപ്പ് നടത്തുന്നത്. ആ തട്ടിപ്പാണ് ഇപ്പോൾ 1000 കോടിയിലേക്ക് എത്തി നിൽക്കുന്നു എന്ന് നമ്മൾ പറയുന്നത്, അല്ലേ? ഇത് യഥാർത്ഥത്തിൽ വിശ്വാസ്യതയുള്ള വ്യക്തികളുടെ ആ വിശ്വാസ്യത മുതലെടുത്തുകൊണ്ടാണ് കൃത്യമായി ഈ തട്ടിപ്പ് ആസൂത്രണം ചെയ്തത് എന്നുള്ളത് അനന്തകൃഷ്ണനുമായി ചേർന്ന് നിൽക്കുന്ന ആളുകളുടെ ചിത്രങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഉദ്ഘാടനത്തിനായി കൊണ്ടുവരുന്ന ആളുകളുടെ പ്രൊഫൈൽ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കും. അനന്തകൃഷ്ണൻ ആരെയും സ്പെയർ ചെയ്തിട്ടില്ല, ഒരു പാർട്ടിയെയും സ്പെയർ ചെയ്തിട്ടില്ല, എല്ലാവരെയും. ഇപ്പോൾ ഡോക്ടർ അരുൺ എന്നെ ഉണ്ണിസാറിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴേക്കും ഡോക്ടർ അരുണിന്റെ കെയർ ഓഫിലാണ് ഞാൻ ഉണ്ണിസാറുമായി ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഡോക്ടർ അരുണും ഉണ്ണിസാറും തമ്മിൽ നല്ല ബന്ധമാണെന്നുണ്ടെങ്കിൽ ആ വിശ്വാസ്യത, താങ്കളുടെ ആ വിശ്വാസ്യതയുടെ ലെവലാണ് പിന്നീട് ഞങ്ങൾ തമ്മിലുള്ള
ഇടപാടുകൾ. അതേ രീതി തന്നെയാണ് ഇവിടെ അനന്തകൃഷ്ണൻ എന്ന 27-കാരൻ അവലംബിച്ചിരിക്കുന്നത്. 27 വയസ്സാണ് പ്രായം എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓരോ ജില്ലയിലെയും പരാതികൾ എടുത്തു നോക്കിയാൽ 2000 മുതൽ 5000 വരെ പരാതികൾ ഓരോ ജില്ലയിലും വരുന്ന തരത്തിൽ ഈ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നതാണ് ഇതിൻ്റെ ഒരു വ്യാപ്തി കാട്ടിത്തരുന്നത്. ഇതിൽ ഈ NGO കോൺഫെഡറേഷന് പേരിൽ കീഴിലുള്ള സീഡ് എന്ന് പറയുന്ന സൊസൈറ്റി, ആ സൊസൈറ്റിയുടെ രൂപീകരണം മുതൽ ഓരോ കാര്യത്തിലും കൃത്യമായ ഒരു പ്ലാൻ അനന്തുവിനുണ്ടായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ആ പ്ലാനിലേക്ക് വന്ന് ചാടിക്കൊടുത്തതാണ് ലാലി വിൻസെന്റും AN രാധാകൃഷ്ണനും അടക്കമുള്ള ആളുകൾ എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ലാർജർ പ്ലാനിനെ കുറിച്ച് ഒരിക്കലും അനന്തകൃഷ്ണൻ ഇവരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാകാൻ വഴിയില്ല. സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന തട്ടിപ്പുകാരൊക്കെ ചെയ്യുന്ന അതേ പാറ്റേൺ തന്നെയാണ്. അതായത് അന്താരാഷ്ട്ര തലത്തിൽ തട്ടിപ്പ് നടത്തുന്നവരുടെ ഒരു മോഡസ് ഓപ്പറാൻഡിയാണ് അനന്തകൃഷ്ണൻ ഇവിടെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ അവലംബിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ എല്ലാ ജില്ലയിലും നടന്നിങ്ങനെ തട്ടിപ്പ് നടത്താൻ ഒരാൾക്ക് സാധിക്കില്ല. എവിടെയെങ്കിലും ഒരിടത്ത് വെച്ച് പിടിക്കപ്പെടും. സ്വന്തം നാട്ടിൽ കുടയത്തൂർ എന്ന് പറയുന്ന ഒരു ചെറിയ പ്രദേശത്ത് അവിടെയൊക്കെ അനന്തകൃഷ്ണൻ ഇത്രയും വസ്തുവകകൾ 7 സെന്റും 10 സെന്റും ഒക്കെ വാങ്ങിക്കൂട്ടുന്നുണ്ട്. അപ്പോൾ ഈ വസ്തുവകകളൊക്കെ വാങ്ങിക്കൂട്ടുമ്പോൾ പോലും ആർക്കും ഒരു സംശയം തോന്നിയില്ല. എത്ര പെട്ടെന്നാണ് ഇയാൾക്ക് ഇത്രയും പണം സമ്പാദിക്കാൻ കഴിയുന്നത്, എന്ത് ജോലിയാണ് ചെയ്യുന്നത് എന്നതിലേക്ക് പോലും ആർക്കും സംശയം നീളാത്ത തരത്തിലാണ് അനന്തകൃഷ്ണൻ കൃത്യമായി തൻ്റെ കാര്യങ്ങൾ, സംരംഭങ്ങൾ മുന്നോട്ട് പോയത്. മാത്രമല്ല നാട്ടിൽ അധികം, അതായത് കണ്ണൂരിലൊക്കെ നമ്മൾ കണ്ടതുപോലെ അത്ര വിപുലമായ ഒരു പറ്റിക്കപ്പെടൽ അധികം ആളുകൾക്ക് ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ അവിടെ വെച്ച് തന്നെ അത് കൂടുതൽ പിടിക്കപ്പെട്ടേനെ എന്നുള്ളതാണ്. പക്ഷേ എറണാകുളത്താകട്ടെ, കണ്ണൂരിലാകട്ടെ, മറ്റ് ജില്ലകളിലാകട്ടെ അവിടെയൊക്കെ സാമ്പത്തിക തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു മണി ചെയിൻ എന്ന് ഇതിൽ നമുക്ക് ചുരുക്കി കാണാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഈ അന്വേഷണം വരുമ്പോൾ ഇപ്പോൾ 4 കോടിയോളം മാത്രമാണ് അയാളുടെ അക്കൗണ്ടിലുള്ളത്. ചുരുങ്ങിയത് 450 കോടിയെങ്കിലും ഈ അക്കൗണ്ടിലൂടെ മാറി മറിഞ്ഞ് വന്നു പോയിട്ടുണ്ട്. ഈ വിവിധ അക്കൗണ്ടുകളിലൂടെ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്. നോക്കൂ, എത്ര ഒരു ബിഗ് സമ്മാണ്. 450 കോടി ഒരു 27 വയസ്സുള്ളയാൾ, പ്രത്യേകിച്ച് ഒരു പണിയുമില്ലാത്ത ഒരാൾക്ക് 450 കോടിയുടെ ട്രാൻസാക്ഷൻസ്. അത് ഇത്രയും ജനങ്ങളെ, കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളെ, പാവപ്പെട്ട സ്ത്രീകളെ പറ്റിച്ചുണ്ടാക്കിയതാണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും ഉന്നതമായ ശിക്ഷ തന്നെ അയാൾക്ക് കിട്ടണമെന്നുള്ളതാണ്. ഇങ്ങനെയൊരു തട്ടിപ്പ് വീരനെ പിടിച്ചിരുത്താനായി, തട്ടിപ്പ് വീരനെ എങ്ങനെയാണ് ആളുകൾക്കിടയിലേക്ക് ഇത്രയും റീച്ച് ഉണ്ടായത് എന്നതുകൂടി നമ്മൾ നോക്കണം. അവിടെയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ ലേബലുകൾ, അതായത് വ്യക്തികളെ ലേബലായി ഉപയോഗിച്ചു. നമ്മളിപ്പോൾ ഒരു പുസ്തകത്തിന് പുറത്ത് മനോഹരമായ പുറംചട്ടയിട്ട് ഒരു നെയിം സ്ലിപ്പ് ഒട്ടിക്കുന്നത് പോലെയാണ് കൂടെ കൊണ്ടു നടന്നിരുന്ന ഈ രാഷ്ട്രീയ നേതാക്കളായാലും MLA-മാരായാലും മന്ത്രിമാരായാലും എല്ലാവരെയും ഒരു ലേബലായിട്ടാണ് അനന്തകൃഷ്ണൻ ഉപയോഗിച്ചത് എന്നുള്ളതാണ് ഈ കോണ്ടെക്സ്റ്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നാട്ടിലിപ്പോൾ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിൽ സഹായം ചോദിച്ചാൽ അപ്പോൾ അനന്തകൃഷ്ണൻ അവിടെ എത്തിയിരിക്കും, ചെയ്തിരിക്കും. അപ്പോൾ അവിടെ നിന്ന് ആ ഒരു പോപ്പുലാരിറ്റി, നാട്ടിലാണല്ലോ ഒരാളെ കുറിച്ച് അന്വേഷിക്കുക, നാട്ടിൽ അന്വേഷിക്കുമ്പോൾ നല്ല പയ്യനാണ്, ആ നല്ല പയ്യൻ ഇമേജ് അയാൾ നന്നായി മുതലാക്കിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ പകുതി വിലക്കുള്ള സ്കൂട്ടർ കുറേയിടങ്ങളിൽ കൊടുത്തിട്ടുണ്ട്, കൊച്ചിയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. കൊച്ചിയിലൊക്കെ ഇതിൻ്റെയൊക്കെ പോസ്റ്ററുകളൊക്കെ നമ്മൾ യാത്ര ചെയ്ത് പോകുമ്പോഴേക്കും ഇത്ര സ്കൂട്ടറുകൾ വിതരണം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഈ AN രാധാകൃഷ്ണൻ്റെയൊക്കെ പടം വെച്ചിട്ടുള്ള പോസ്റ്ററുകളൊക്കെ പോകുന്ന വഴികളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കുറേ ഇടങ്ങളിൽ കൊടുക്കുന്നു. ആ കൊടുക്കുന്നതിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന വിശ്വാസ്യത, മൗത്ത് പബ്ലിസിറ്റി കിട്ടുകയാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ സംഘടന വഴി ഇങ്ങനെ ചെയ്തു. അതിനുവേണ്ടിയായിരിക്കാം സൈൻ അടക്കമുള്ള AN രാധാകൃഷ്ണന്റെ സംഘടനയടക്കം ഈ വിവിധ സംഘടനകളെ ഇതിലേക്ക് കൊണ്ടുവന്ന് കൂട്ടിച്ചേർത്തത്. ഇപ്പോൾ ആനന്ദ്കുമാറും പറയുന്നത് ലാലി വിൻസെന്റ് പരിചയപ്പെടുത്തിയത് കൊണ്ടാണ്. അല്ലാത്ത പക്ഷം ഇതിലേക്ക് ആനന്ദ്കുമാർ എങ്ങനെ വരുമായിരുന്നു, അതിൻ്റെ കൂടുതൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളൊക്കെ എന്താണ് എന്നുള്ളത് വ്യക്തമാകേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇതിൽ കൂട്ടായി വന്നിട്ടുള്ള, കൂട്ടാളികളായി മാറിയിട്ടുള്ള ആളുകൾ ഇതിൽ നിന്ന് സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടോ, അതും ഒരു തട്ടിപ്പാകുമ്പോൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. അതിലേക്ക് കൂടി അന്വേഷണം നീളും എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ പ്രാഥമികമായ അന്വേഷണത്തിൽ തന്നെ ഈ തട്ടിപ്പിന്റെ വ്യാപ്തി ഏറെക്കുറെ പുറം ലോകം മനസ്സിലാക്കി, ശരിക്കും പറഞ്ഞാൽ നമ്മളടക്കം ഞെട്ടിയിരിക്കുകയാണ്. അതെ, തീർച്ചയായിട്ടും. നമുക്ക് ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. തട്ടിപ്പിൻ്റെ ആഴങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. ഇതിൽ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് പേരുയർന്നു കേൾക്കുന്നവർക്ക് ലാഭമുണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലേക്കാണ് ഇനി അന്വേഷണം പോകുന്നത്. ഒരു വലിയ തട്ടിപ്പാണ് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ആഴമേറിയ തട്ടിപ്പാണെന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. തട്ടിപ്പിനൊരു രീതി ഉണ്ടായിരുന്നു. ആ രീതി സാധാരണ ജനങ്ങൾക്ക് ഒരു പ്രദേശത്ത് വിശ്വാസമുള്ള ആളുകളെ ഒപ്പം കൂട്ടി നടത്തിയ തട്ടിപ്പ് എന്ന നിലയിലാണിത് വ്യത്യസ്തമാവുന്നത്. ആടാണെങ്കിലും മാഞ്ചിയമാണെങ്കിലും ആ തട്ടിപ്പ് നടത്തുന്നവർ അവരെ വിശ്വസിപ്പിച്ചുകൊണ്ട്, അവരെ വിശ്വസിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ട് നടത്തുന്ന തട്ടിപ്പാണ്. എന്നാൽ വിശ്വാസത്തിന് വേണ്ടി അനന്ത് കൂട്ടുപിടിച്ചത് പ്രമുഖ രാഷ്ട്രീയ നേതാക്കളെയാണ്. പല പരിപാടികളും ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഈ രാഷ്ട്രീയ നേതാക്കളെ വിളിക്കുക, അവരുടെ പോസ്റ്ററുകൾ അടിച്ച് പ്രദർശിപ്പിക്കുക, അങ്ങനെ വിശ്വാസം നേടുന്നത് ഒരു വഴി. രണ്ടാമത്തെ വഴി, ആദ്യഘട്ടത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കും. 1000 രൂപയ്ക്ക് പഠനോപകരണങ്ങൾ, അത് 2000 രൂപയുടെ പഠനോപകരണങ്ങൾ 1000 രൂപ തന്നാൽ കൊടുക്കാമെന്ന് പറയും. അങ്ങനെ 2000 രൂപയ്ക്ക് പഠനോപകരണങ്ങൾ 1000 രൂപയ്ക്ക് കൊടുത്തു. അത് കിട്ടിയവർക്ക് വിശ്വാസമായി. അവരെ തന്നെ സമീപിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് കിറ്റുകൾ പാതി വിലയ്ക്ക് നൽകാം. 3000 രൂപയുടെ കിറ്റിന് 1500 രൂപ നിങ്ങൾ കൊടുത്താൽ മതി. അപ്പോൾ കിറ്റും കൊടുത്തു. അപ്പോൾ ആദ്യത്തെ പഠനോപകരണങ്ങൾ കിട്ടി, സന്തോഷമായി. കിറ്റ് കൊടുത്തു, സന്തോഷമായി. പിന്നെ 10 പേരിൽ 2 പേർക്ക് ലാപ്ടോപ്പും കൊടുക്കും.
അപ്പോൾ ബാക്കിയുള്ള 8 പേർക്ക് കൂടുതൽ വിശ്വാസമായി. അപ്പോൾ ഇതെല്ലാം ഞങ്ങളുടെ മുന്നിലുണ്ട്, അനുഭവം തന്നെ സാക്ഷ്യമായി. അപ്പോൾ രണ്ട് രീതിയിലുള്ള കാര്യം വലിയ പ്രചാരണം കൊടുക്കും. അപ്പോൾ കിട്ടിയവരുടെ കാര്യത്തെ പ്രചരിപ്പിക്കും, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയ നേതാക്കളുടെ മുഖം ഉപയോഗിക്കും. അങ്ങനെ അനുഭവം തന്നെ അവരെ സംബന്ധിച്ചൊരു സാക്ഷ്യപ്പെടുത്തലാവും. അങ്ങനെ 2 സാക്ഷ്യപ്പെടുത്തലുകൾ, ഒന്ന് നേതാക്കളുടെ മുഖം, 2 അനുഭവം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്നാമത്തെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി പ്രേരിപ്പിച്ചു. അതാണ് സ്കൂട്ടർ 60,000. അതിനോടൊപ്പം വാഷിംഗ് മെഷീനുണ്ട്. 20,000 വാഷിംഗ് മെഷീന് 10,000 രൂപ കൊടുക്കുക. അങ്ങനെ വന്നപ്പോൾ ഒരു വലിയ ഹ്യൂജ് ഫണ്ട് രൂപീകരിച്ചു. എന്നിട്ടൊരു കാലാവധി ഇട്ടു, 100 ദിവസത്തിനുള്ളിൽ ഇതെല്ലാം തിരിച്ചു തരുമെന്ന് പറഞ്ഞു. ഈ 100 ദിവസം എന്തിനാ? CSR ഫണ്ട് പിരിക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും. മാത്രമല്ല ഇത് 10 പേരുടെ കയ്യിൽ നിന്ന് 60,000 വീതം പിരിക്കുമ്പോൾ 6 ലക്ഷം രൂപയായി. 6 ലക്ഷം രൂപയ്ക്ക് 4-5 ബൈക്കുകൾ വാങ്ങും. അത് ഒരു സ്കീം എന്ന നിലയിൽ ഒരു വിഭാഗത്തിലെ ആളുകൾക്ക് കൊടുക്കും. അത് കാണിച്ച് വീണ്ടും 100 ഇൻവെസ്റ്റ്മെൻ്റ് എടുക്കും. അങ്ങനെയാണ് ഈ മണി ചെയിൻ പോയത്. ചേർക്കാൻ വേണ്ടി പ്രൊമോട്ടർമാർ ഉപയോഗിച്ചു, കുടുംബശ്രീ പ്രവർത്തകർ ഉപയോഗിച്ചു. അങ്ങനെ ഒരു സമൂഹത്തിന് വിശ്വാസ്യതയുള്ള മനുഷ്യരുടെ മുഖവും അവരുടെ സേവനവും ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ തട്ടിപ്പെന്ന രീതിയിലാണ് ഇത് മുന്നേറിപ്പോയത്. ഒരുപക്ഷെ കേരളം അടുത്ത കാലത്ത് കണ്ട വലിയ പ്ലാനിങ് ഇതിന് പിന്നിലുണ്ട്. NGO-കളെ, ചെറിയ ചെറിയ NGO-കളൊക്കെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് നടത്തിയ ഒരു വലിയ തട്ടിപ്പെന്ന നിലയിലാണ് ഇത് മാറുന്നത്. ഇതിൻ്റെ ഒരു അപകടം NGO-കളെ കുഴപ്പത്തിലാക്കിയിരിക്കുന്നു, പ്രൊമോട്ടർമാരെ കുഴപ്പത്തിലാക്കിയിരിക്കുന്നു, നമ്മളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചില കുടുംബശ്രീ പ്രവർത്തകരെ ഇതിൽ കുഴപ്പത്തിലാക്കിയിരിക്കുന്നു. എന്തിനേറെ നമുക്കെല്ലാം അറിയാവുന്ന രാഷ്ട്രീയ നേതാക്കൾ ഇതിൽ വിശ്വസിച്ചു പോയി എന്ന് പറയുമ്പോൾ അവരെയും കുഴപ്പത്തിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു വലിയ തെറ്റായ മെസ്സേജ് കൂടി ഇത് മുന്നിലേക്ക് വയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലാലി വിൻസെന്റിന് അനന്തകൃഷ്ണനെ പരിചയപ്പെടുത്തിയെന്ന് NGO കോൺഫെഡറേഷൻ സ്ഥാപക ചെയർമാൻ KN അനന്തകുമാർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. 1.5 വർഷം മുമ്പ് ചെയർമാൻ്റെ സ്ഥാനം രാജിവെച്ചു. പണമിടപാട് തൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടില്ല എന്നാണ് അനന്തകുമാർ പറയുന്നത്. സംഘടന ഉണ്ടാക്കിയെന്ന് NGO-കളുടെ പ്രവർത്തനത്തിന് വേണ്ടിയാണെന്നും പറയുന്നു, അല്ലാതെ പണപ്പിരിവിനല്ലെന്നും അനന്തകുമാർ പറഞ്ഞു. സായിഗ്രാം സ്ഥാപക ഡയറക്ടറായിരുന്ന അനന്തകുമാറിൻ്റേതടക്കമുള്ളവരുടെ പേരുപയോഗിച്ചായിരുന്നു അനന്തകൃഷ്ണൻ തട്ടിപ്പ് നടത്തിയത്. ഒന്ന് കേൾക്കാം. ആദ്യമായിട്ട് ഒരു 7-8 വർഷങ്ങൾക്ക് മുമ്പ് ലാലി വിൻസെൻറ്റും അനന്തകൃഷ്ണനും കൂടെ ഒരു ഫണ്ടിൻ്റെ കാര്യം പറഞ്ഞു. ഒരു ഫണ്ട് തമിഴ്നാട്ടിലുണ്ട്, അതിനെക്കുറിച്ച് സായിഗ്രാമത്തിന് വേണ്ടി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് ആദ്യം എൻ്റെ ഓഫീസിൽ വരുന്നത്. അത് ഏകദേശം ഒരു 7-8 വർഷമായി കാണും. അവർ കേരളത്തിലൊക്കെ അറിയപ്പെടുന്ന ഒരു നേതാവായത് കാരണം അവരാണ് ഇയാളെ കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, എന്നെ പരിചയപ്പെടുത്തുന്നതാണ്. അതിനുശേഷം അവർ പരിചയപ്പെടുത്തിയത് കൊണ്ടാണ് നമ്മൾ തീർച്ചയായിട്ടും ഇയാളെ അടുപ്പിക്കുകയും നമ്മൾ ഈ പ്രസ്ഥാനത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തത്. നമുക്കിപ്പം TV പ്രസാദ് ചേരുന്നുണ്ട്. TV പ്രസാദ്, ഒരു വലിയ തട്ടിപ്പാണ്, ഗ്രാമങ്ങളിലേക്ക് തട്ടിപ്പ്. കണ്ണൂരിൽ തന്നെ 200-ലധികം ആളുകൾ പരാതിയുമായി വന്നു. അവിടെ കൂടുതൽ ആളുകൾ വരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ തട്ടിപ്പ് നടത്തിയിരിക്കുകയാണ് ഈ അനന്തകൃഷ്ണനും സംഘവും. എങ്ങനെയാണ് ആ തട്ടിപ്പ് ചുരുളി വരുന്നത്? ഈ സായി ഗ്രാമത്തിൻ്റെ ഡയറക്ടറുടെയൊക്കെ പേര് ഇതിൽ വലിച്ചിഴക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ എന്താണ് മനസ്സിലാവുന്നത്? വലിയൊരു ആസൂത്രണമാണ് ഈ തട്ടിപ്പിന് പിന്നിലുള്ളത്, അല്ലേ? ഉറപ്പായും അരുൺ, വലിച്ചിഴക്കപ്പെട്ടതല്ല. യഥാർത്ഥത്തിൽ KN ആനന്ദകുമാറിനെ പോലെയുള്ളവരെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അവരുടെ സായിഗ്രാം പോലെയുള്ളവ വലിയ പേരുള്ള പ്രസ്ഥാനങ്ങളാണ്. വർഷങ്ങളായി അവരൊക്കെ NGO സംവിധാനവുമായിട്ട് പോകുന്നവരാണ്. അവർ സംസ്ഥാന തലത്തിൽ NGO-കളെ യോജിപ്പിച്ചുകൊണ്ട് NGO-കൾക്കുള്ള മുന്നോട്ട് പോക്കിൽ സഹായം പരസ്പരം കൊടുക്കുന്ന രീതിയിൽ ആലോചിക്കാനാണ് നേരത്തെ തന്നെ ഈ പ്രസ്ഥാനം രൂപീകരിക്കുന്നത്. ആ സമയത്തൊന്നും അനന്തകൃഷ്ണൻ ഇല്ല. അന്ന് R ബിന്ദുവാണ് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് തന്നെ. ഇന്ന് അനന്തകുമാറാണ് അക്കാര്യം പറയുകയും ചെയ്തത്. പക്ഷെ പിന്നീടാണ് നേരത്തെ അനന്തകുമാർ പറഞ്ഞതുപോലെ ലാലി വിൻസെൻ്റ് സഹായത്തോടെ പരിചയപ്പെടുത്തി ഈ സംഘടനയിലേക്ക് ചേരാൻ വേണ്ടി വരുന്നത്. അങ്ങനെ ഒരാളെ ഇവർക്ക് ആവശ്യവുമുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അനന്തകൃഷ്ണൻ ആ പ്രസ്ഥാനത്തെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും ബേസിക്കായ ആളുകളെടുത്ത് നിന്നാണ് ഇവർ തുടങ്ങിയത്. നേരത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ പഠനോപകരണങ്ങൾ പറഞ്ഞെങ്കിൽ പോലും അതിൽ കൂടുതൽ ആളുകളിലേക്ക് ഇവർ ഇറങ്ങിച്ചെന്നത് വളം കൊടുത്തിട്ടായിരുന്നു. അതായത് 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 2000 രൂപയുടെ വളം കിട്ടും. അങ്ങനെ ധാരാളം കർഷകരെ അതിൻ്റെ ഭാഗമാക്കി പതിയെ അവിടേക്ക് പഠനോപകരണങ്ങൾ, ഓണക്കിറ്റുകൾ, അതിനൊപ്പം തന്നെ തയ്യൽ മെഷീനുകൾ കൊടുത്തു തുടങ്ങി. സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നു. പിന്നീടാണ് ലാപ്ടോപ്പിലേക്ക് കിടക്കുന്നത്. അടുത്ത ഘട്ടമാണ് 60,000 രൂപ കൊടുത്തിട്ടുള്ള 2 വീലറിലേക്ക്. അതായത് നേരത്തെ ഈ പറയുന്ന പഠനോപകരണങ്ങൾക്ക് തുച്ഛമായ തുക 1500-2000 ഒക്കെ ആയിരുന്നെങ്കിൽ ഈ ലാപ്ടോപ്പിന് 20,000 രൂപയായിരുന്നുവെങ്കിൽ ഒറ്റയടിക്ക്
ബൈക്ക് സ്കൂട്ടറിലേക്ക് എത്തുമ്പോൾ അത് 60,000 ആവുകയാണ്. അതായത് നേരത്തെ ഹൈറിച്ചിൽ നമ്മൾ കണ്ടതുപോലെ, മറ്റ് മണി ചെയിൻ തട്ടിപ്പുകളിൽ നമ്മൾ കണ്ടതുപോലെ ആദ്യം നിക്ഷേപിക്കുന്നവർക്ക് കൃത്യമായ വരുമാനം തിരിച്ചു കൊടുക്കുന്ന പ്രസ്ഥാനമായിട്ടത് മാറുകയും അങ്ങനെ അവർ തന്നെ, അതായത് പണം കിട്ടിയവർ തന്നെ അതിൻ്റെ പ്രചാരകരായി മാറുകയും ചെയ്യുന്ന രീതിയാണ് മണി ചെയിനിലുണ്ടായത്. യഥാർത്ഥത്തിൽ അനന്തു കൃഷ്ണൻ ചെയ്തതും പകുതി വിലയുടെ പേരിലുള്ള മണി ചെയിൻ തട്ടിപ്പാണ് എന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ കുഴപ്പത്തിലായിരിക്കുന്നത് മറ്റ് മണി ചെയിൻ സംഭവങ്ങളിലാണെങ്കിൽ ഇഷ്ടം പോലെ ബ്ലാക്ക് മണികളും അനധികൃതമായ പണവുമെല്ലാം കയ്യിലുള്ളവരാണ് പെട്ടുപോകുന്നതെങ്കിൽ ഇതിൽ സാധാരണ മനുഷ്യരാണ് പെട്ടുപോയത്. മാത്രമല്ല പ്രദേശത്ത് വളരെ സജീവമായി പ്രൊമോട്ടർമാരായും മറ്റ് സന്നദ്ധ സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന സ്ത്രീകളാണ് ഇതിൽ ഏറിയ പങ്കും കുടുങ്ങിപ്പോയത്. ഇനി അരുൺ തീർന്നില്ല ഇതിലെ പ്രശ്നം. ഇനിയിപ്പോൾ പോലീസിന് മുന്നോട്ട് പോകുമ്പോൾ ഈ പ്രൊമോട്ടർമാരെ അവർക്കെതിരെ കേസെടുക്കേണ്ട സാഹചര്യത്തിലേക്ക് വരും. കാരണം സാധാരണ മനുഷ്യരെ ചേർത്തിരിക്കുന്നത് അവരാണ്, അവർ വഴിയാണ് ഇവർ ചേരുന്നത്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോലീസ് പോവുകയാണെങ്കിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അത് വലിയ പ്രതിസന്ധിയാവും. ഇപ്പോൾ ഒരു ജില്ലയിൽ മാത്രം 2000 പരാതികൾ അടക്കം വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയ കണക്കാണല്ലോ. അപ്പോൾ വിവിധ ജില്ലകളിൽ നിന്നും വലിയ വലിയ കണക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വിശ്വാസ്യത ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പോൾ ലാലി വിൻസെന്റ് നമുക്ക് രാവിലെ ബ്രേക്കിംഗ് ന്യൂസിൽ സംസാരിക്കാൻ വന്നിരുന്നു. ലാലി വിൻസെന്റ് പറയുന്നത് താഴേക്കിടയിലുള്ള സ്ത്രീകളെ സഹായിക്കാനുള്ള വലിയ പദ്ധതി എന്ന നിലയ്ക്ക് സഹകരിച്ചു. ഞാൻ അതിൻ്റെ കേസിൽ മാത്രം സഹായിച്ചു എന്നാണ് അവർ പറഞ്ഞത്. നമുക്ക് ഇന്നലെ തന്നെ വാർത്തയുണ്ട്, ഇയാൾ എറണാകുളത്ത് എടുത്തിരിക്കുന്ന ഫ്ലാറ്റ് സമുച്ചയം 3 ഫ്ലാറ്റുകളാണ് എടുത്തത്. അത് ഓഫീസായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. ഒരു നിയമസഹായം നൽകുന്ന ഒരാളാണെങ്കിൽ അവിടേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. മാത്രം ക്യാമ്പയിന് പോകേണ്ട ആവശ്യമുണ്ട്. അതെ, ക്യാമ്പയിന് പോകുന്നു. അവിടെ ലാലി വിൻസെന്റ് മാത്രമല്ല എൻ രാധാകൃഷ്ണൻ പോകുന്നു. ഇപ്പോൾ എൻ രാധാകൃഷ്ണന്റെ സാമൂഹ്യ സംഘടന ഇതുമായി ചേർന്ന് പ്രവർത്തിക്കാൻ സൈൻ എന്ന സംഘടന, അപ്പോൾ അവർ കൊടുത്ത പണം തിരിച്ചു കൊടുക്കുന്നു എന്നുള്ള വാർത്ത ഇപ്പോൾ വരികയാണ്. മാത്രമല്ല ലാലി വിൻസെന്റ് ഇപ്പോൾ നേരത്തെ നമുക്ക് പ്രതികരണം കൊടുത്ത അനന്തകുമാർ, അദ്ദേഹം വളരെ വിശ്വസ്തരായ ഒരു സാമൂഹ്യ പ്രവർത്തനത്തിൽ അറിയപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം പറഞ്ഞിട്ടാണ് ഞാൻ അനന്തുവിനെ അറിയുന്നതെന്നാണ് ലാലി വിൻസെന്റ് പറഞ്ഞത്. അദ്ദേഹം നേരെ തിരിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇത് ലാലി വിൻസെന്റിനെതിരെ ഇപ്പോൾ കണ്ണൂരുള്ള പരാതിയിലാണ് ഇപ്പോൾ 7ാം പ്രതിയാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലവർ പറയുന്നത് അതിൽ അവർക്ക് യാതൊരു പങ്കുമില്ല, നിയമസഹായം മാത്രമാണ് നൽകുകയും ചെയ്തത്. ഇതൊക്കെ തന്നെ ഇങ്ങനെ പറയുകയാണ്. ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾക്ക് ഇതിലുള്ള പങ്ക് ഇതിപ്പോൾ പല പ്രധാനപ്പെട്ട നേതാക്കൾ, ഇപ്പോൾ പിണറായി വിജയൻ്റെ പടമുണ്ട്, മോദിയുടെ പടമുണ്ട്, ഇവരുടെ ഒപ്പം നിന്നുള്ള പടങ്ങൾ വ്യാപകമായി ഉപയോഗിച്ചുകൊണ്ട് വിശ്വാസ്യത നേടിയെടുക്കുന്നു. ചില രാഷ്ട്രീയ നേതാക്കൾക്കെങ്കിലും സാമ്പത്തികമായ നേട്ടമുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് വേർതിരിച്ച് കണ്ടെത്തുക എന്നുള്ളതാണ് പോലീസിന് മുന്നിലെ വലിയ വെല്ലുവിളി എന്നുള്ളത്. ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുന്നു കേസെന്ന് പറഞ്ഞു. എവിടെ നിന്ന് തുടങ്ങും, എവിടെ അവസാനിപ്പിക്കുമെന്നുള്ള അറിയില്ല. ഇപ്പോൾ ഈ ഒരു അനന്തു കൃഷ്ണൻ മാത്രം ഉള്ള ഒരു കേസായിട്ട് ഞാൻ ഇതിനെ കാണുന്നില്ല. ഒരാൾ മാത്രം 27കാരൻ്റെ തട്ടിപ്പ് എന്ന രൂപത്തിൽ അതിനെ ചുരുക്കരുതെന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ പേരുണ്ട് അതിൽ ഉറപ്പായിട്ടും. ഈ പണമൊക്കെ ഇവിടെ നിന്നും അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നതിന് മുമ്പ് മാറ്റണമെങ്കിൽ ഒരാൾക്ക് ഒറ്റയ്ക്ക് പറ്റില്ലല്ലോ. അപ്പോൾ അതിൽ പങ്കാളികൾ ആരൊക്കെ? പങ്കാളികൾ ഈ പറയുന്ന ട്രസ്റ്റിലുള്ള പേരുകളിൽ വരുന്ന ആളുകൾ തന്നെയാണോ? അതിനപ്പുറം രാഷ്ട്രീയമായ സഹായം ലഭിച്ചിട്ടുണ്ടോ? ഇതൊക്കെ ഇനിയും അറിയാനുള്ള കാര്യമാണ്. പണം കൈമാറിയിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ്. അല്ലായെങ്കിൽ ഈ 400 കോടി വന്ന സിംഗിൾ അക്കൗണ്ടിൽ 4 കോടിയിൽ താഴെ മാത്രമായി ചുരുങ്ങില്ലല്ലോ. അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പമുണ്ട്. ഈ പാതിവില തട്ടിപ്പിൽ നിന്ന് തടിയൂരാൻ BJP നേതാവ് എൻ രാധാകൃഷ്ണൻ ഇപ്പോൾ ശ്രമിക്കുകയാണ്. സൈൻ വഴി ഇരുചക്ര വാഹനത്തിനായി വാങ്ങിയ തുക തിരികെ നൽകി തുടങ്ങിയിട്ടുണ്ട്. സൈൻ വഴി പണം നൽകിയവർക്കൊന്നും പണം നഷ്ടപ്പെടില്ലെന്നും അനന്തുകൃഷ്ണന്റെ സീഡ് സൊസൈറ്റിയുമായി ബന്ധമില്ലെന്നുമാണ് വിശദീകരണം. കേസിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിനും കുരുക്ക് മുറുകുകയാണ്. ലാലിയാണ് അനന്തകൃഷ്ണനെ പരിചയപ്പെടുത്തിയതെന്ന് NGO കോൺഫെഡറേഷൻ സ്ഥാപക ചെയർമാൻ KN അനന്തകുമാർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. നമുക്ക് ഈ പദ്ധതിയുമായി സഹകരിച്ചിട്ടില്ലെന്നും നടന്നത് തട്ടിപ്പാണെന്ന് കരുതുന്നില്ലെന്നുമാണ് ലാലി വിൻസെന്റിന്റെ പ്രതികരണവും. അർജുൻ മട്ടന്നൂർ ചേരുന്നുണ്ട്. അർജുൻ മട്ടന്നൂർ, ഇതിൽ എൻ രാധാകൃഷ്ണൻ ഇപ്പോൾ തടിയൂരാൻ ശ്രമിക്കുകയാണ്. പക്ഷേ സൈൻ വഴി എത്ര പണം വാങ്ങി എന്നുള്ളതിൻ്റെ കണക്ക് നമുക്കും കിട്ടിയിട്ടില്ല. പക്ഷേ എല്ലാവർക്കും പണം കൊടുക്കും എന്നാണോ എൻ രാധാകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്? അരുൺകുമാർ, എൻ രാധാകൃഷ്ണൻ്റെ പേര് ഈ കേസിലേക്ക് വരുന്നത് ഇന്നലെയാണ്. അതായത് ഇന്നലെ ഈ ഫ്ളാറ്റിലെ സുരക്ഷാ ജീവനക്കാരൻ്റെ പ്രതികരണം ഉണ്ടായിരുന്നു. അതിൽ ഈ ലാലി വിൻസെൻ്റ് അതോടൊപ്പം തന്നെ എൻ രാധാകൃഷ്ണൻ തുടങ്ങിയവർ സ്ഥിരമായി ഈ ഫ്ളാറ്റിലേക്ക് വരാറുണ്ട് എന്ന് ആ സുരക്ഷാ ജീവനക്കാരൻ പറഞ്ഞിരുന്നു. അത്തരത്തിലാണ് ആദ്യഘട്ടത്തിൽ എൻ രാധാകൃഷ്ണൻ്റെ പേര് ഉയർന്നു കേട്ടത്. എന്തായാലും ലാലി വിൻസെൻ്റിനെതിരെ അതിന് പിന്നാലെ കണ്ണൂരിൽ കേസെടുക്കുകയും ചെയ്തു. ലാലി വിൻസെൻ്റ് ഇയാളുമായി ഈ തട്ടിപ്പുമായി ബന്ധമില്ല എന്ന് പറയുകയും ചെയ്തു. പക്ഷേ എൻ രാധാകൃഷ്ണൻ ഇതുവരെ മാധ്യമങ്ങളോട് ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല.
എന്തായാലും ഇന്ന് രാവിലെ ഇടപ്പള്ളി മരോട്ടി ചുവടിലെ എൻ രാധാകൃഷ്ണൻ നേതൃത്വം നൽകുന്ന NGO ആയ സൈൻ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിരവധി ആളുകൾ എത്തി. അവരൊക്കെ തന്നെ ഇത്തരത്തിൽ ഇരുചക്ര വാഹനവും മറ്റും പ്രതീക്ഷിച്ച് പകുതി വില നൽകിയവരാണ്. അത് കാത്തു നിൽക്കുന്നവരാണ്. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലും മറ്റും ഇത്തരത്തിൽ തുക നൽകിയവരാണ് ഏറെയും. അവരോടൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് 100 ദിവസത്തിനുള്ളിൽ ഈ സ്കൂട്ടർ അല്ലെങ്കിൽ ഈ വാഹനം നൽകും എന്നുള്ളതാണ്. അതിനുശേഷം അത് 100 പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ നൽകുമെന്നായി. എന്തായാലും അതിനുശേഷവും ഈ വാഹനം ലഭിക്കാതായ ആളുകളാണ് അവരിൽ പലരും ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അടക്കം വലിയ തോതിൽ പ്രതിഷേധവും മറ്റും ഉയർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് അനന്തകൃഷ്ണന്റെ അറസ്റ്റ് കൂടി ഉണ്ടായതോടുകൂടി അവർ കൂടുതൽ പരിഭ്രാന്തരായി. അത്തരത്തിൽ അവർ ഇത്തരത്തിൽ വാട്സപ്പ് ഗ്രൂപ്പിലും മറ്റും അവരുടെ ആശങ്ക പങ്കുവച്ചതിന് പിന്നാലെയാണ് പലരും ഇന്ന് ഈ ഓഫീസിലേക്ക് എത്തിയത്. അവർക്കൊക്കെ തന്നെ നേരിട്ട് പണം ഇതുവരെ ആർക്കും മടക്കി നൽകിയിട്ടില്ല. പകരം അവർക്ക് ചെക്ക് ലീഫും മറ്റുമാണ് നൽകിയത്. വരുന്ന 11-ാം തീയതിയും 13-ാം തീയതിയും ഈ തുക നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ കഴിയും എന്നാണ് അവർക്ക് നൽകിയ വാഗ്ദാനം. അത്തരത്തിൽ നിരവധി ആളുകൾ വന്ന് ഈ പണം വാങ്ങിപ്പോയിട്ടുണ്ട്. അതിലൊരാൾ നമ്മളോട് ഇന്ന് രാവിലെ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. അയാൾ പറയുന്നത് ഈ അനന്തകൃഷ്ണൻ അടക്കം തുടക്കത്തിൽ ഈ പറഞ്ഞ ക്യാമ്പയിനിലും മറ്റും പങ്കെടുത്തിരുന്നു. എൻ രാധാകൃഷ്ണനൊപ്പം അനന്തകൃഷ്ണനും ഈ പരിപാടിയിൽ വന്ന് പങ്കെടുക്കുകയും ഈ പദ്ധതിയുടെ മറ്റ് ചില കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അയാൾ പറയുന്നത്. എന്തായാലും കൂടുതൽ ആളുകൾ എത്തി പണം വാങ്ങിയിട്ടുണ്ട്. അത്തരത്തിൽ പലർക്കും ഈ ചെക്ക് ലീഫ് നൽകിയിട്ടുമുണ്ട്. അരുൺകുമാർ. ഓക്കെ, താങ്ക് യു അർജുൻ. ഉണ്ണി ബാലകൃഷ്ണൻ, പലതരം തട്ടിപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊരു NGO കോൺഫെഡറേഷൻ ഉണ്ടാക്കുക, ഒരു ട്രസ്റ്റ് ഉണ്ടാക്കുക, അങ്ങനെയാണ് തട്ടിപ്പ്. ഇതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഒട്ടും തന്നെ അത്ഭുതകരമല്ല അരുൺ. കാരണം എന്താ വെച്ചാൽ നമ്മൾ വളരെ വിദ്യാഭ്യാസത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണെന്നൊക്കെ പറയും. ശരിയാണ് കേട്ടോ, നമ്മൾ ഒരു നല്ല വിദ്യാഭ്യാസമൊക്കെയുള്ള വിവരമുള്ള അറിവുള്ളൊരു സമൂഹമൊക്കെയാണ്. പക്ഷേ ഇത്രയധികം ഭാഗ്യാന്വേഷികളുള്ള വേറൊരു സ്ഥലം നമുക്ക് ഇന്ത്യയിൽ കാണാൻ കഴിയില്ല. ഇപ്പം ഇന്ന് നമ്മളിരിക്കുന്ന സമയത്ത് കേരളത്തിൽ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗ്യക്കുറിയുടെ നറുക്കെടുപ്പ് നടന്നത് അല്ലേ, ഈ ക്രിസ്മസ് ബമ്പർ നടന്നതാണ്. 20 കോടിയുടെ നറുക്കെടുപ്പാണ് നടന്നത്. നമുക്ക് ആ നറുക്കെടുപ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ ലോട്ടറി വ്യവസായത്തെക്കുറിച്ചോ അല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മുടെ സംസ്ഥാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനമായിട്ട് മാറിയിരിക്കുന്നത് മദ്യം കഴിഞ്ഞാൽ പിന്നെ ലോട്ടറി ആണെന്നുള്ളതാണ്. അപ്പോൾ അത്രയധികം ഭാഗ്യത്തിൽ വിശ്വസിക്കുന്ന ഭാഗ്യാന്വേഷികളായിട്ടുള്ളൊരു സമൂഹമാണ് കേരളം എന്നുള്ളതിനകത്ത് ഒരു സംശയവും വേണ്ട. ഭാഗ്യം, സൗജന്യം, ഇതിൻ്റെ രണ്ടിൻ്റെയും പിന്നാലെയുള്ള നമ്മുടെ സഞ്ചാരം എന്ന് പറയുന്നത് എത്രയോ കാലമായിട്ടറിയാം. നമുക്ക് ഈ നേരത്തെ പറഞ്ഞല്ലോ ആട് തേക്ക് മാഞ്ചിയം. ഈ ആട് തേക്ക് മാഞ്ചിയത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആടിനെ നിങ്ങൾ കാണുന്നതേ ഇല്ല എന്നുള്ളതാണ്. തേക്ക് നിങ്ങൾ കാണുന്നില്ല, മാഞ്ചിയെ നിങ്ങൾ കാണുന്നില്ല. നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക, എന്നിട്ട് നിങ്ങളോട് പറയുന്നത് വേറെ എവിടെയോ തേക്ക് ഇങ്ങനെ നിങ്ങളുടെ പേരിൽ നട്ടു വളർത്തുന്നു, അത് വലുതാകുമ്പോഴത്തേക്കും അത് വിറ്റിട്ട് ആ പൈസ നിങ്ങളുടെ കൊണ്ട് തരും എന്ന് പറയുമ്പോൾ ഒരു സംശയവുമില്ലാതെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യല്ലേ. വേറൊന്നും വേണ്ടല്ലോ. മോശയുടെ വടി കയ്യിലുണ്ടെന്ന് പറഞ്ഞില്ലേ മോൻസൺ മാവുങ്കിൽ, നമ്മളതങ്ങ് വിശ്വസിച്ചില്ലേ എന്ന് അത് ചില ആളുകളൊക്കെ അങ്ങ് മോൻസന്റെ ആ മോശയുടെ വടിയും സിംഹാസനത്തിൽ പോയിരിക്കുക. അപ്പം അങ്ങനെ ഒരു സൊസൈറ്റിയാണ്. അത്തരത്തിലുള്ളൊരു ഒരു ഗതികേട് നമുക്ക് വന്ന് സംഭവിച്ചു പോയിട്ടുള്ളതാണ്. മാത്രമല്ല ഒരു പ്രധാനപ്പെട്ട കാര്യം, 2019 ഈ കഥാപാത്രം അറസ്റ്റിലാവുന്നുണ്ട്. ഇടുക്കിയിലൊരു തട്ടിപ്പ് കേസിൽ 2019 അനന്തു കൃഷ്ണൻ എന്ന് പറയുന്ന ആൾ അറസ്റ്റിലാവുകയും പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങിയിട്ടാണ് ഈ പറയുന്ന തട്ടിപ്പ് വീണ്ടും തുടർന്നത് എന്നുള്ളതാണ്. അപ്പോൾ 2019 അറസ്റ്റിലാവുമ്പോൾ അയാളുടെ പ്രായം എത്ര, 20 വയസ്സല്ലേ? ഇപ്പോൾ 26 വയസ്സാണെങ്കിൽ 6 വർഷം മുമ്പാണ്. അപ്പോൾ ആ സമയം മുതൽ ഈ പരിപാടി ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് രാവിലെ നടത്തിയ തട്ടിപ്പല്ലല്ലോ ഇത്. 27ാമത്തെ വയസ്സിൽ ഇന്ന് രാവിലെ നടത്തിയ ഒരു തട്ടിപ്പല്ല. കഴിഞ്ഞ 3-4 വർഷമായിട്ട് അയാൾ ഈ തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുക. അതായത് 20ാമത്തെ വയസ്സിൽ തന്നെ ഈ പരിപാടി അദ്ദേഹം 4 വർഷമായിട്ട് അറിയാമെന്നാണ് ലാലിവൻസിന്. അതെ. അപ്പോൾ അതുകൊണ്ട് ഈ 2019 ഒരു കേസിൽ, തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായിട്ട് ജാമ്യത്തിലിറങ്ങിയ ഒരാളെ കുറിച്ച് ആ നാട്ടിലെ ആളുകൾക്കറിയില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു MM മണി എന്തോ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന പടം, അത് ഇടുക്കിയിൽ ഇയാൾ അറസ്റ്റിലായിട്ടുണ്ടെന്നേ. ഇടുക്കിയിൽ ഇയാൾ അറസ്റ്റിലായിട്ടുണ്ട്. അപ്പോൾ ആ മന്ത്രിസഭയിൽ മണിയില്ലേ, മണിയില്ലേ? 2019 മന്ത്രിസഭയിൽ മണിയുണ്ട്. അപ്പോൾ അവിടുത്തെ പോലീസിന് അറിയില്ലേ ഇയാൾ പിന്നെ തട്ടിപ്പുകാരനാണെന്ന്. ഇതിൽ ഏറ്റവും കോമഡി എന്താ പറയുക സാറേ, നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വന്നപ്പോഴാണെന്ന് തോന്നുന്നു ആ സന്ദർശനം നടത്തിയത്. ഷോൾ ഇട്ട് കൂടെ നിൽക്കുന്ന ഫോട്ടോ. അന്ന് ഈ സായി സേവാ കേന്ദ്ര സന്നദ്ധ സംഘടനയുടെ ഭാരവാഹി എന്ന രീതിയിലുള്ള പാസ്, ആ പാസ് കിട്ടി. അനന്തകുമാർ അതാണ്, അതുവഴിയാണ് ആനന്ദ്കുമാർ വഴിയാണ് നരേന്ദ്രമോദി. അപ്പം മറ്റ് ഭാരവാഹികളും നരേന്ദ്രമോദിയെ കാണാനായി പോയിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണമല്ല, തിരുവനന്തപുരത്ത് പരിപാടിയിൽ വന്നപ്പോഴാണ് കണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ ഈ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ഇന്റലിജൻസും സ്പെഷ്യൽ ബ്രാഞ്ചും എല്ലാം അന്വേഷിച്ച് പരിശോധിച്ച് റിപ്പോർട്ട് കൊടുക്കണം. അപ്പോൾ ഈ 2019 ഈ സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതിയാണെന്ന് അവർ പറഞ്ഞു. അതാണ് ഇതിനകത്ത് വിചിത്രമായ കാര്യം. എന്തായാലും അനന്തകൃഷ്ണൻ ഒരു ചെറിയ മീനല്ല, നേരത്തെ തുടങ്ങിയതാണ്. ഇപ്പോൾ അത് കൂടുതൽ ആഴമേറി എന്ന് മാത്രമേ ഉള്ളൂ.